ഒരു നിശ്ചിത തുക കൈവശമുള്ളവർക്കോ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് വിരമിച്ചവർക്കോ എല്ലാ മാസവും കൃത്യമായ ഒരു വരുമാനം നൽകുന്ന ഇന്ത്യയിലെ മികച്ച 10 നിക്ഷേപ മാർഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിന് പ്രധാനമായും റിസ്ക് കുറഞ്ഞ സർക്കാർ പദ്ധതികൾ, മ്യൂച്വൽ ഫണ്ട് അധിഷ്ഠിത തന്ത്രങ്ങൾ, മറ്റ് പലിശ പദ്ധതികൾ എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കാം. ആദ്യമായി, യാതൊരുവിധ സാമ്പത്തിക റിസ്ക്കും എടുക്കാൻ ആഗ്രഹിക്കാത്തവർക്ക് അനുയോജ്യമായിട്ടുള്ള സർക്കാർ ഗ്യാരണ്ടിയുള്ള സുരക്ഷിത പദ്ധതികൾ നോക്കാം. ഇതിൽ ഒന്നാമത്തേത് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമാണ്. 5 വർഷ കാലാവധിയുള്ള ഇതിൽ 7.4% വാർഷിക പലിശ ലഭിക്കും. സിംഗിൾ അക്കൗണ്ടിൽ 4.5 ലക്ഷം രൂപ വരെയും ജോയിന്റ് അക്കൗണ്ടിൽ 9 ലക്ഷം രൂപ വരെയും നിക്ഷേപിക്കാം. രണ്ടാമത്തേത് 60 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള സീനിയർ സിറ്റിസൺസ് സേവിംഗ്സ് സ്കീമാണ്. ഇതിൽ 8.2% വരെ ഉയർന്ന പലിശ ലഭിക്കുമെങ്കിലും തുക പാദവാർഷികമായിട്ടാണ് അക്കൗണ്ടിലെത്തുക. മൂന്നാമതായി, LIC വഴി ലഭ്യമാകുന്ന പ്രധാനമന്ത്രി വയാ വന്ദന യോജന പെൻഷൻ പദ്ധതിയാണ്. 10 വർഷത്തെ കാലാവധിയിൽ പ്രതിമാസമോ വർഷത്തിലോ പെൻഷൻ തുക തിരഞ്ഞെടുക്കാം. നാലാമതായി, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പുറപ്പെടുവിക്കുന്ന 5 മുതൽ 40 വർഷം വരെ കാലാവധിയുള്ള ദീർഘകാല ഗവൺമെന്റ് ബോണ്ടുകളിൽ നിക്ഷേപിച്ചും കൃത്യമായ പലിശ വരുമാനം ഉണ്ടാക്കാവുന്നതാണ്. രണ്ടാമതായി, പണപ്പെരുപ്പത്തെ മറികടന്ന് കൂടുതൽ ലാഭം ആഗ്രഹിക്കുന്നവർക്ക് മ്യൂച്വൽ ഫണ്ടും ഷെയർ മാർക്കറ്റ് അധിഷ്ഠിത മാർഗങ്ങളുമുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ വലിയൊരു തുക നിക്ഷേപിച്ച ശേഷം എല്ലാ മാസം ഒരു നിശ്ചിത തുക വീതം തിരികെ പിൻവലിക്കുന്ന സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ഇതിൽ മികച്ച ഒന്നാണ്. ബാങ്ക് പലിശയെ അപേക്ഷിച്ച് മികച്ച നികുതി ഇളവുകൾ ഇതിൽ ലഭിക്കും. കൂടാതെ ഡെറ്റ് ഫണ്ടുകളിലും കുറഞ്ഞ അളവിൽ ഇക്വിറ്റിയിലും നിക്ഷേപിക്കുന്ന മന്ത്ലി ഇൻകം പ്ലാനുകൾ വഴി ഫണ്ടിന്റെ പ്രകടനത്തിനനുസരിച്ച് ഡിവിഡൻഡ് നേടാം. റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്ക് നല്ല ലാഭം നൽകുന്ന പ്രമുഖ കമ്പനികളുടെ ഓഹരികളിൽ നിക്ഷേപിച്ച ഇക്വിറ്റി ഷെയർ ഡിവിഡൻഡുകൾ വഴിയും വരുമാനമുണ്ടാക്കാം. മൂന്നാമതായി, കോർപ്പറേറ്റ് എഫ്ഡികളും ആന്വിറ്റി പ്ലാനുകളുമാണ് വരുന്നത്. പ്രമുഖ കമ്പനികളും NBFCകളും നൽകുന്ന കോർപ്പറേറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ സാധാരണ ബാങ്ക് എഫ്ഡികളേക്കാൾ ഉയർന്ന പലിശ നൽകുന്നുണ്ട്. ഇവയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് കൃത്യമായി പരിശോധിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇൻഷുറൻസ് കമ്പനികൾ ഒറ്റത്തവണയായി വലിയൊരു തുക നിക്ഷേപിച്ച് ആയുഷ്കാലം മുഴുവൻ പെൻഷൻ കൈപ്പറ്റുന്ന ആന്വിറ്റി പ്ലാനുകളും മറ്റൊരു നല്ല മാർഗമാണ്. ഈ പ്രധാന പദ്ധതികളെ ലളിതമായി നമ്മളൊന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ സാമ്പത്തിക ഭയമില്ലാതെ സ്ഥിരവരുമാനം ആഗ്രഹിക്കുന്ന സാധാരണ നിക്ഷേപകർക്ക് അനുയോജ്യമായിട്ടുള്ളത് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം തന്നെയാണ്. ഇനി കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ ഗ്യാരണ്ടിയും ഉറപ്പുള്ള വരുമാനം തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. എന്നാൽ മുതിർന്ന പൗരന്മാർക്ക് ഏറ്റവും മികച്ചത് 8.2% വരെ ഉയർന്ന പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്ന സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമാണ്. ഇതും വളരെ കുറഞ്ഞ റിസ്ക് മാത്രമുള്ള ഒന്നാണ്. കുറഞ്ഞ നികുതി ബാധ്യതയോടെ കൂടുതൽ റിട്ടേൺ നേടി സമ്പത്ത് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മ്യൂച്വൽ ഫണ്ടുകളിലെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ആണ് തിരഞ്ഞെടുക്കാവുന്നത്. എങ്കിലും വിപണിയിലെ മാറ്റങ്ങൾ ഇതിനനുസരിച്ച് ഇടത്തരം മുതൽ ഉയർന്ന റിസ്ക് വരെ ഉണ്ടെന്ന കാര്യം മറക്കരുത്. സാധാരണ ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകളേക്കാൾ ഉയർന്ന പലിശ നിരക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഇടത്തരം റിസ്ക്കുള്ള കോർപ്പറേറ്റ് എഫ്ഡികളാണ് പ്രയോജനപ്പെടുത്തേണ്ടത്. ഇനി വിപണിയിലെ ഉയർന്ന റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക് കമ്പനികളുടെ വളർച്ചയോടൊപ്പം ഡിവിഡൻഡിലൂടെ അധിക വരുമാനം നേടാൻ സഹായിക്കുന്ന ഡിവിഡൻഡ് ഓഹരികളും ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. ഏതൊരു പദ്ധതി തിരഞ്ഞെടുക്കുന്നതിന് മുൻപും ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പോസ്റ്റ് ഓഫീസ് സ്കീമുകളിൽ നിന്നും കോർപ്പറേറ്റ് എഫ്ഡികളിൽ നിന്നും ലഭിക്കുന്ന പലിശ നിങ്ങളുടെ വാർഷിക വരുമാനത്തോടൊപ്പം ചേർത്ത് സ്ലാബ് അനുസരിച്ച് നികുതി നൽകേണ്ടി വരും. എന്നാൽ മ്യൂച്വൽ ഫണ്ട് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ രീതിയിൽ കുറഞ്ഞ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് മാത്രമാണ് വരുന്നത്. അതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ സുരക്ഷിതമാണെങ്കിലും ദീർഘകാലത്തേക്ക് പണപ്പെരുപ്പത്തെ മറികടക്കാൻ ഇക്വിറ്റി അധിഷ്ഠിത പദ്ധതികൾ കൂടി ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. പെട്ടെന്നുണ്ടാകുന്ന എമർജൻസി ആവശ്യങ്ങൾക്ക് പണം പിൻവലിക്കാൻ സാധിക്കുന്ന രീതിയിൽ വേണം ലോക്ക് ഇൻ പീരീഡുള്ള പദ്ധതികൾ തിരഞ്ഞെടുക്കാൻ.